അപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എലാങ്കേനെ കൊണ്ടുവന്നു. അതിനുശേഷം ക്രിസ് വുഡിനെ ടീമിലേക്ക് എത്തിച്ചു. ഇവരൊക്കെ 15-18 മില്യൻ്റെ എമൗണ്ടാണ് രണ്ടുപേർക്കും കൊടുത്തിട്ടുള്ളത്. ചെൽസിയിൽ നിന്ന് ഹഡ്സൺ അഡോയിനെ മേടിച്ചു. സെയിം പ്രൈസ് റേഞ്ചാണ്, 15 മില്യൻ്റെ അടുത്ത് അവർ സ്പെൻഡ് ചെയ്തു. അയോനി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ഹൈ ആയിട്ടുള്ള പ്രൈസ് ആയിരുന്നു. 20 മില്യൻ്റെ അടുത്ത് അവർ സ്പെൻഡ് ചെയ്തു. അതുകൂടാതെ ഗിബ്സുമായിട്ടുമാണ് അവരുടെ ഒരു ഹയസ്റ്റ് സൈനിങ് എന്ന് പറയുന്നത്. 40-45 മില്യൻ്റെ അടുത്താണ് രണ്ടു പേരിലും. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. സെൽസിനെ 7 മില്യൺ കൊടുത്തു. അയിന ഫ്രീ ഏജൻ്റായിട്ട് ടീമിലേക്ക് എത്തി. പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്കോഡ് നോക്കുമ്പോൾ ജെയ്ഡൻ സാൻചോ 85 മില്യൺ നമ്മൾ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ആൻ്റണി വാങ്ങിച്ചു. 95 മില്യൺ ആണ് ആൻ്റണിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. കസമിറോ 70 മില്യൺ. നമുക്കറിയാം അത് ജസ്റ്റിഫയബിൾ ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നെ പറയണം. ഒനാന 50 മില്യൻ്റെ സൈനിങ് ആണ്. അതിനുശേഷം വരുമ്പോൾ മെയ്സൺ മൗണ്ട് 64 മില്യൺ കൊടുത്ത് സൈൻ ചെയ്തത് എനിക്ക് തോന്നുന്നു ഒരു വേഴ്സ് സൈനിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. 73 മില്യൺ കൊടുത്തിട്ട് ഹോലാൻഡിനെ ടീമിലേക്ക് എത്തിച്ചു. സിക്സെ 42.5 മില്യൻ്റെ അടുത്തുള്ളൊരു എമൗണ്ടാണ് സിക്സേക്ക് കൊടുത്തിട്ടുള്ളത്. ലെനി യോറോ എനിക്ക് തോന്നുന്നു യങ് ആയിട്ടുള്ളൊരു പ്രോസ്പെക്റ്റ് ആണ്. 62 മില്യൺ സ്പെൻഡ് ചെയ്തു. ഡീലിറ്റും എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു സൈനിങ് ആണ്. 45 മില്യൻ്റെ അടുത്താണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഉഗാറ്റെ 50 മില്യൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തു. ഇങ്ങനെ പോകുന്ന ഒരു നിരയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈഡ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ മിനിമം എമൗണ്ട് വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 35-40 മില്യൺ മുതൽ ഓൾമോസ്റ്റ് 100 മില്യൺ വരെ യുണൈറ്റഡ് പല പ്ലേയേഴ്സിലും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഈ ഒരു നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ സ്കോഡുമായിട്ട് നോക്കുമ്പോൾ അവരുടെ മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് യുണൈറ്റഡിൻ്റെ മിനിമം ആണ്.